ഇന്നത്തെ എൻ്റെ ജോലിയാണ് കാണിക്കുന്നത്. ഇതുകൊണ്ടോ മറ്റേ പുതിയ പ്ലാന്റ് ചെയ്യുന്ന തൈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് മറ്റേ കുഴിയിലോട്ട് ഒരാൾ വെക്കുവാണ്. പാക്കറ്റ് പൊട്ടിക്കുന്നു, തൈ മറ്റേ കുഴിയിലേക്ക് വെക്കണം. അതിൻ്റെ പുറകെ നട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇന്നത്തെ പണിയാണിത്. തൈ നടുന്ന കാണിച്ചു തരാതെ. ഞാൻ ഇന്നലെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ്, ഇന്നലെ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ തൈ നടുന്ന വീഡിയോ ഇന്ന് കാണിച്ചു തരാം. lên rồi nè. Thailand. Thailand. Okay. Thailand top. Thailand top. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ തലമൂത്തൊരു ആളാണ്. ഒരുപാട് വർഷമായി, 10-20 വർഷം ആയി ഇവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ നാട്ടിൽ പോയിട്ട് തന്നെ 7 വർഷമായി. 5 വർഷം ഇവിടെ വിസയുള്ളൂ. ബാക്കി ഇങ്ങനെ നമ്മൾ നിൽക്കുവാണ്. നാട്ടിൽ പോയാൽ പിന്നെ വരാൻ പറ്റില്ല. അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 7-8 വർഷമായി ഇങ്ങനെ നിൽക്കുന്നു. അത് മുറിച്ച് അതിൻ്റെ തല മുറിച്ച് ഓക്കെ തലയെല്ലാം മുറിച്ച് കളഞ്ഞു. പുള്ളിയുടെ പേര് ലോട്ട്. നിൽക്കുന്ന മറ്റേ പാക്കറ്റ് പൊട്ടിച്ചിരുന്ന ആൾ പേര് കോവ്. എല്ലാം തായ്ലാൻഡ് വിഭവമാണ്. അത് തായ്ലാൻഡ് ചക്ക്, ചക്ക എന്ന ചക്ക, അങ്ങനെ ഉണ്ടാവും ചക്ക്. പിന്നെ ഉള്ളത് ഉണ്ട്, സുമയുണ്ട്. പിന്നെ ഉള്ള ഇന്ത്യൻ മലയാളീസാണ് ഉള്ളത്. ബാക്കിയുള്ളതെല്ലാം മലയാളീസാണ്. ഇതാണ് പുതിയ തൈ നട്ട് പോവുകയാണ്. പുതിയ സൂര്യൻ വരുന്നു, എന്നാ രസറിയാം. പുതിയ തോട്ടം. അങ്ങനെ പുതിയൊരു തോട്ടം, ഫ്രീയുടെ ബോർഡറിൽ പുതിയൊരു ഫ്രൂട്ട്സിൻ്റെ തോട്ടം കൂടെ വരുവാണ്. ഇതിനോട് ചേർന്ന് നമ്മുടെ തോട്ടം തന്നെയാണ് ഉള്ളത്. ഇതിപ്പോൾ പുതിയ സ്ഥലം മേടിച്ച് പുതിയൊരു തോട്ടമാക്കുന്നത്. ഏകദേശം ഇത് തോട്ടം എന്ന് പറയാനില്ല, ഒരു 3-4 ഏക്കർ സ്ഥലം ഉണ്ടാവുള്ളൂ. നല്ലത്. ഇതാണ് നമ്മുടെ സുമോ. ഓക്കെ. ഹലോ അബുദാ. ഇവിടെ ഒരുപാട് തായ്ലാൻഡ് വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ നല്ല സഹകരണമാണ്. ഇവരൊക്കെ 10 വർഷത്തോളം ആയവരാണ്. ഇവിടെ ഏറ്റവും കുറഞ്ഞത് 4 വർഷം ആകാത്തവരാരുമില്ല. ബാക്കി ഇവിടെ ഞങ്ങൾ 40 പണിക്കാർ മൊത്തം ഉണ്ട്. അതിനകത്ത് വിസയുള്ള തായ്ലാൻഡുകാർ ആകെപ്പെടാൻ 7-8 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും വിസയില്ലാത്തവരാണ്. വിസയില്ലാത്തവരെന്ന് പറഞ്ഞാൽ ഈ കമ്പനിയിൽ തന്നെ വന്നിട്ട് 10-15 വർഷമായവർ തന്നെ ഇവിടെ തന്നെ സ്റ്റാർട്ടിങ് തൊട്ട് പണിയെടുക്കുന്നവർ തന്നെ. ഇപ്പോൾ നാട്ടിൽ പോകത്തില്ല, നാട്ടിൽ പോയാൽ വരാൻ പറ്റത്തില്ല. പിന്നെ UN വിസ അങ്ങനെയുള്ള വിസ ഒന്നും ഇവർ എടുത്തിട്ടില്ല, ഇവർക്ക് കിട്ടത്തില്ല തോന്നുന്നൊക്കെ. ചെറിയ വീഡിയോസായിട്ട് ഇടുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും വീഡിയോസ് മുഴുവൻ കാണണം. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഇസ്രായേലിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. വീഡിയോയ്ക്കിടയിൽ കമൻറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ നോക്കിയും വാട്സാപ്പ് നമ്പർ തരാം, കോൺടാക്റ്റ് ചെയ്താൽ മതി. ആർക്കെങ്കിലും വരാൻ താല്പര്യമുള്ളവർക്ക് ഇസ്രായേലിലേക്ക് വരാനുള്ള മാക്സിമം ഹെൽപ്പ് ചെയ്യൂ. മാക്സിമം പൈസ ഏജൻസിയുടെ ചാർജെല്ലാം കുറച്ച് ചെയ്തു തരുന്നതായിരിക്കും. ഏതൊക്കെ ജോലിയാണെന്ന് വെച്ചാൽ പ്ലാസ്റ്ററിങ്, കമ്പിപ്പണി, ടൈൽസ് വർക്കുണ്ട്, ഹോട്ടൽ ക്ലീനിങ് ഉണ്ട്, ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് ക്ലീനിങ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വർക്കുകളുണ്ട്. ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.